നിരഞ്ജനിൽ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ കാരണം പ്രിയക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അവൾ ഒരു വശം ചെരിഞ്ഞു കിടക്കുകയാണ്. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ നിരഞ്ജന്റെ മുഖം അവൾക്ക് കാണാം. അവൻ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്, ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ. പ്രിയ അവനെ മധുവരോളം നോക്കിക്കൊണ്ട് കിടന്നു. ഒരു വേള അവൾ നീലിമയെ പോലും മറന്നുപോയിരുന്നു. വല്ലാത്ത കുറ്റബോധം തോന്നി പ്രിയക്ക്. അരുന്ധതി അമ്മയോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം എന്ന് കരുതിയാണ് പ്രിയ ഇങ്ങോട്ട് മടങ്ങിയത്. നിരഞ്ജന്റെ ഓരോ പ്രവൃത്തിയിലും അവൾക്ക് മറ്റേതോ ലോകത്തകപ്പെട്ടതുപോലെയാണ് തോന്നിയത്. എന്തായാലും അമ്മയോട് താമസിയാതെ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് കിടന്നുറങ്ങി. കാലത്ത് 5 മണിക്ക് അലാറം അടിച്ചപ്പോൾ അവൾ എഴുന്നേറ്റു. നിരഞ്ജൻ അതിനു മുന്നേ എഴുന്നേറ്റിരുന്നു. പതിവ് പോലെ അവൻ ജോഗിങ്ങിന് പോയി. പ്രിയ കുളി കഴിഞ്ഞ് താഴേക്ക് ചെന്നപ്പോൾ അരുന്ധതി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. പ്രിയയും 5 മിനിറ്റ് പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് അവൾ അടുക്കളയിലേക്ക് വന്നത്. അമ്മയെ ഓരോന്ന് ചെയ്യുവാനായി അവൾ സഹായിച്ചു. ഇന്ന് പോകുന്നുണ്ടോ മോളെ നാട്ടിലേക്ക്? പോകണം അമ്മേ, ഞാൻ പോയിട്ട് തിരിച്ചു വന്നോളാം. ഹേയ്, അതൊന്നും വേണ്ട, മോൾക്ക് അവിടെ നിൽക്കണമെച്ചാൽ നിന്നോളൂ. ഇവിടെ ആർക്കും അതിന് പ്രോബ്ലം ഇല്ല. ഏട്ടൻ പറഞ്ഞത് അധിക ദിവസം നിൽക്കണ്ട എന്നാണ്. മോൾക്ക് വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാം. ഹേയ് വേണ്ടമ്മേ, പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അമ്മയോട് നിലമയുടെ കാര്യം സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്ന് പ്രിയ ഓർത്തു. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മക്ക് വിഷമമാകുമോ? എന്താ കുട്ടി ഒരു മുഖവര? നിനക്ക് അമ്മയോട് എന്ത് വേണേലും ചോദിക്കാലോ. അരുന്ധതി അവളെ വാത്സല്യത്തോടെ നോക്കി. അത് അമ്മേ, അമ്മക്കറിയാലോ നീലിമ എന്ന് പേര് കേട്ടതും അരുന്ധതിയുടെ കയ്യിൽ ഇരുന്ന സ്റ്റീൽ ഗ്ലാസ് നിലത്തേക്ക് പതിച്ചു. പ്രിയ തന്നെ അത് എടുത്തു. എന്നിട്ട് അരുന്ധതിയെ നോക്കി. പ്രിയ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. എന്താണോ താൻ ഭയന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മേ, മെലവരുടെ കൈകളിൽ പിടിച്ചു. ഏട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ രണ്ടാളും ആ കുട്ടിയെ പോയി കണ്ടു. അവൾ പ്രഗ്നൻ്റാണ് അമ്മ ഇപ്പോൾ. ഒരുപാട് കഷ്ടം തോന്നി ആ കുട്ടിയുടെ മനസ്സിൽ. ഏട്ടൻ മാത്രമേ ഉള്ളൂ. അവളെ സ്വീകരിച്ചു കൂടെ അമ്മേ? അത് ചോദിച്ചതും പ്രിയയുടെ ശബ്ദം ഇടറി. നീലിമയെ സ്വീകരിക്കാൻ പ്രിയ തങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും അറിയരുത് എന്ന് തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ അവൾ അറിഞ്ഞിരിക്കുന്നു. അതും തൻ്റെ മകനിൽ നിന്ന്. പ്രിയയെ തങ്ങൾക്ക് നഷ്ടമാകുമോ എന്ന് അരുന്ധതി വല്ലാണ്ട് ഭയന്നു. അമ്മേ, പ്രിയ മെല്ലെ വിളിച്ചു. എന്നാണ് എൻ്റെ കുട്ടി നീ പറയുന്നത്? എല്ലാം അവന് ആ കുട്ടിയുടെ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. അവൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരുന്നു അവൾ. അവൾക്ക് അങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്നു കരുതി എൻ്റെ സച്ചുവിനെ ബലിയാടാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അവർ കിതച്ചു. അമ്മേ, അവൾ ഒരു പാവം ആണ്. ആ ഡോക്ടർ പറയുന്നത് അവൾ റിക്കവർ ആകും എന്ന്. പ്രിയക്ക് തൻ്റെ വാചകങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. അതിനേക്കാൾ ഉപരി എൻ്റെ സച്ചു. മോളെ, നിനക്ക് എല്ലാവരെയും പിരിഞ്ഞു പോകാൻ കഴിയുമോ? കരഞ്ഞുകൊണ്ടാണ് അരുന്ധതി അത് അവളോട് ചോദിച്ചത്. അമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ആ പെൺകുട്ടിയുടെ കരച്ചിൽ എൻ്റെ ഹൃദയത്തിൽ മുള്ളുപോലെ തറച്ചിരിക്കുകയാണ്. അവളുടെ ഊണിലും ഉറക്കത്തിലും സച്ചുവേട്ടൻ മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. പാവം, അവളുടെ അവസ്ഥ വളരെ കഷ്ടമാണമ്മേ. അതൊക്കെ നേരിട്ട് കണ്ടാൽ മാത്രം നമ്മൾക്ക് മനസ്സിലാവും. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സച്ചുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം. അരുന്ധതി ഒരു നിമിഷം ആലോചിച്ചു. ശരി മോളെ, ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒക്കെയും നീ പോയി വന്നിട്ട് അവനോട് പറഞ്ഞാൽ മതി. എന്തേ? ഉവ്വമ്മേ, അങ്ങനെ മതി. ബാമ ഇപ്പോൾ വരും. മോളീ ചായ കൊടുക്ക്. അവരൊരു കപ്പ് ചായ അവൾക്ക് കൊടുത്തു. അപ്പോഴേക്കും ബാമ അടുക്കളയിലേക്ക് വന്നു. ഇന്നലെ എത്ര ദൂരം യാത്ര ചെയ്തു വന്നതാണ് കുട്ടി നീ? കുറച്ച് സമയം കൂടി കിടക്കാൻ വയ്യായിരുന്നു? ഞാൻ എന്നും ഈ സമയത്ത് ഉണരും ബാമേ, ശീലമായി പോയി, അതാണ്. ഇന്ന് എൻ്റെ കുട്ടി പോകുന്നുണ്ടോ നാട്ടിലേക്ക്? ഉവ്വ്, ചെറിയമ്മയെ പോയി കാണാം. ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത് അവിടെയല്ലേ. ചെന്നെങ്കിൽ എനിക്കൊരു കുറ്റബോധം തോന്നും. മോളെ, പോയിട്ട് വാ കേട്ടോ. ബാമ വാത്സല്യത്തോടെ അവളെ നോക്കി. പതിയെ ഓരോരുത്തർ ആയിട്ട് എഴുന്നേറ്റ് വന്നു. അപ്പോഴേക്കും കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിരഞ്ജൻ കുളിയൊക്കെ കഴിഞ്ഞു. ഒരു കടുംമുറോൺ നിറം ഉള്ള കുർത്തയും അതിനോട് മാച്ച് ചെയ്യുന്ന കരവുള്ളൊരു മുണ്ടുമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. പ്രിയ, അവൻ ഉറക്കെ വിളിക്കുന്നത് കേട്ടുകൊണ്ട് പ്രിയ വേഗം കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കണ്ട അരുന്ധതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പ്രിയ, അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഓവ്, എങ്കിൽ താൻ വരൂ. അവൻ കാറിൻ്റെ ചാവിയുമായി പോർച്ചിലേക്ക് ഇറങ്ങി. ഒപ്പം പ്രിയയും. രണ്ടാളും കൂടെ എല്ലാം എടുത്തു ഹാളിലേക്ക് കയറി വന്നു. വല്യേട്ട, ഇത് എന്താണ്? രേണു വന്നവർ എല്ലാം മേടിച്ചു വെക്കാൻ അവരെ സഹായിച്ചു. ഇത് നിങ്ങൾക്കൊക്കെ മേടിച്ചതാണ്, ഞാനും പ്രിയയും. എൻ്റെ ശിവ, എന്നിട്ടാണോ ഇന്നലെ പറഞ്ഞത് ഒന്നും വാങ്ങിയില്ല എന്ന്? നല്ല ഷോപ്പില്ല എന്നൊക്കെ?
നിരഞ്ജൻ പുഞ്ചിരിച്ചു നിന്നതല്ലാതെ ഒരു മറുപടിയും അവളോട് പറഞ്ഞില്ല. അവളുടെ സംസാരം കേട്ടുകണ്ടു എല്ലാവരും ഹാളിലേക്ക് വന്നു. പ്രിയ ഓരോന്നായി തരംതിരിച്ചു വെക്കുകയാണ്. മോളെ, ഇതെല്ലാം എന്താണ്? പത്മിനി വലിയൊരു കവർ എടുത്തു നോക്കി. നിരഞ്ജൻ അപ്പോൾ 2 കവറുകൾ എടുത്തു. പ്രിയ, ഇത് മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കാൻ വരൂ. അവനത് പറയുകയും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഊണുമുറിയിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശി, ഇതൊക്കെ എന്താണ് മക്കളെ? ഇത് ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നപ്പോൾ മേടിച്ചതാണ്. ഇഷ്ടമായോ എന്ന് നോക്കിക്കേ. പ്രിയ കവറുകൾ 2 അവരെ ഏൽപ്പിച്ചു. മുത്തശ്ശി സെറ്റിൽ ഇരുന്നു കൊണ്ട് അത് തുറന്നു നോക്കി. ഹാവു, എനിക്കൊരുപാട് ഇഷ്ടമായി. അവരുടെ മറുപടിയിൽ പ്രിയക്ക് മനസ്സ് നിറഞ്ഞു. പിന്നീട് ഓരോരുത്തർക്കുമായി അവൾ എല്ലാം എടുത്തു കൊടുത്തു. അരുന്ധതിക്കും പത്മിനിക്കും ഭാമക്കും ഒക്കെ സാരികളും എല്ലാം ഇഷ്ടമായി. ദിയ ആണെങ്കിൽ തൻ്റെ ഫേവറേറ്റ് കളറാണ് ഇത് എന്ന് പറഞ്ഞ് പെൺകുട്ടികളാണ് ഏറ്റവും സന്തോഷമായത്. കാരണം ഡ്രസ്സിന് ചേർന്ന ഓർണമെൻറ്റ്സ് എല്ലാം പ്രിയ അവർക്കായി വാങ്ങിയിരുന്നു. ഏട്ടത്തിയുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് രേണുവും ദേവും എല്ലാം അവളെ അഭിനന്ദിച്ചു. പ്രിയ നാട്ടിൽ പോയി വന്നതിന് ശേഷം എല്ലാം തുന്നിത്തരാം എന്ന് പറഞ്ഞു അവരോട്. എത്രയും പെട്ടെന്ന് പോയി വരണം എന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളം വെച്ചു. മോനെ സച്ചു, നീ എൻ്റെ റൂമിലേക്കൊന്ന് വരൂ. അരുന്ധതി സച്ചുവിനെ നോക്കിയിട്ട് സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. അല്പനിമിഷങ്ങൾക്കകം ആയിട്ട് സച്ചു, മോനെ, നിനക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? ഇടേറിയ ശബ്ദത്തിൽ അവർ ചോദിച്ചു. സച്ചു മൗനം പാലിച്ചു. മോനെ, അമ്മ നിനക്കായി കൊണ്ടുവന്ന പെൺകുട്ടിയാണ് പ്രിയമോൾ. അവളെ പിരിഞ്ഞു നിൽക്കാൻ ഈ കുടുംബത്തിൽ ആർക്കും ഇപ്പോൾ സാധിക്കുന്നില്ല. അത്രക്ക് അവളുമായിട്ട് ആത്മബന്ധം ഉടലെടുത്തു കഴിഞ്ഞു ഇവിടെയുള്ളവർക്ക്. അമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. അത് മോനെ, നീ അവളെ നീലിമയെ കാണിക്കാൻ കൊണ്ടുപോയതായിരുന്നു അല്ലേ? പ്രിയമോൾ എന്നോട് എല്ലാം പറഞ്ഞു. ഒക്കെ പ്രിയ അറിയണം എന്ന് എനിക്ക് തോന്നി. നല്ലത് തന്നെ. പക്ഷേ പ്രിയമോൾ എന്നോട് പറഞ്ഞു അവളെ ഉപേക്ഷിച്ചു. നീ നീലിമയെ വിവാഹം ചെയ്യണമെന്ന് നിന്നോട് പറയാൻ. നിരഞ്ജൻ ഞെട്ടി. നീലിമ ഒരു പാവമാണ്. അവൾക്ക് വേറെ ആരുമില്ല എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. മോനെ, ഒരു കാര്യം ഓർത്തോളൂ. പ്രിയമോൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇവിടെ നിന്ന് ഞാൻ ഒരിടത്തേക്കും വിടില്ല. എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെ. കഴിഞ്ഞ ജന്മത്തിൽ അവൾ എൻ്റെ മകൾ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കും. അത്രക്ക് എനിക്ക് വേണ്ടപ്പെട്ടവൾ ആണ് എനിക്ക്. നീ എൻ്റെ മോളെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ. അവരുടെ ശബ്ദം വിറച്ചു. അമ്മ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മയോട് ആരാണ് പറഞ്ഞത് ഇവളെ ഇങ്ങോട്ട് ഭാര്യയായി കൊണ്ടുവരാൻ? എവിടെയെങ്കിലും അവൾ ജീവിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ, കഴിഞ്ഞു മതി എൻ്റെ വിവാഹമെന്ന്. അതും അമ്മ കേട്ടില്ല. ഇപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നു എന്ന് അമ്മക്ക് അറിയൂ. എപ്പോഴും അമ്മക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ, ഇതെല്ലാം അമ്മ എന്നിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. എന്നെ ഇപ്പോൾ എങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ കിതച്ചു. എന്നിട്ട് അവരുടെ അക്ഷരം പോലും പറയാതെ വെട്ടിത്തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അരുന്ധതി തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് കസേരയിൽ പോയിരുന്നു. തോൾ ഒരു നനുത്ത സ്പർശം വേണുഗോപാൽ ആയിരുന്നു. വേണുവേട്ട. അരുന്ധതി ഭർത്താവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഒക്കെ ശരിയാകും, താൻ വിഷമിക്കണ്ട. അയാൾ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഭാമ വിളിക്കുന്നത് കേട്ടുകൊണ്ട് അരുന്ധതി മിഴികൾ വീണ്ടും തടിച്ചിട്ട് ഇറങ്ങിപ്പോയി. എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം ഒക്കെ കഴിച്ചു. 10 മണിയോടുകൂടി നിരഞ്ജനും പ്രിയയും ചെറിയമ്മയെ കാണുവാനായി പുറപ്പെട്ടു. ഏട്ടത്തി, വരുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കും കേട്ടോ. താമസിയാതെ വരണം, രേണു വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് പ്രിയ തലകുലുക്കിക്കൊണ്ട് അവരെ കൈവീശി കാണിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടുവെങ്കിലും നിരഞ്ജനും പ്രിയയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പ്രിയ ആണെങ്കിൽ അമ്മയോട് താൻ നീലിമയെ സ്വീകരിക്കുവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക ആയിരുന്നു അവൻ. തനിക്കതിന് ഈ ജന്മം കഴിയുമെന്ന് തോന്നണില്ല. അത്രക്ക് താൻ പ്രിയ സ്നേഹിക്കുകയാണ്. ഓരോ നിമിഷവും അവൾക്കായി മാറ്റിവെക്കുകയാണ്. ആരും തുണയില്ലാത്ത ഒരു അനാഥ പെണ്ണ്. എന്തിനാണ് ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം താൻ ആയിട്ട് കളയുന്നത് എന്ന് ഓർത്തു. ആദ്യമൊക്കെ അവളെ താൻ പെണ്ണിൽ നിന്ന് അകറ്റി. പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും തൻ്റെ ഉടലും ഉയരും അവൾക്കായി പകുത്തു നൽകുവാനാണ് അവൻ കാത്തിരിക്കുന്നത്. താൻ അവൾക്കായി ഓരോന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കം. അവളെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇരു കൈകളിലും പിടിച്ചവൾ കരഞ്ഞു തോർത്തപ്പോൾ അവൻ്റെ കണ്ണുകളിൽ അറിയാതെ ഒരു നീർത്തിളക്കം ഉണ്ടായി. പ്രിയയുടെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഇനി എന്താവും തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നോർത്ത് അവൾ വേദനിച്ചു. ഇന്നലെ രാത്രിയിൽ ഒരു വേള എങ്കിലും നിരഞ്ജൻ്റെ പ്രവൃത്തിയിൽ അനുരാഗം മുട്ടിട്ടു എങ്കിലും നീലിമയുടെ ഓർമ്മകൾ അവളിലെ പ്രണയത്തെ കുഴിച്ചു മൂടി. പ്രിയ. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിരഞ്ജൻ അവളെ വിളിച്ചു. എന്തോ? താൻ എന്താണ് ആലോചിച്ചു കൂട്ടുന്നത്? ഹേയ്, ഒന്നുമില്ല ഏട്ടാ, വെറുതെ. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഇന്നലെ അനുവാദമില്ലാതെ തൻ്റെ ദേഹത്തെ സ്പർശിച്ചതിന്. ഒരു നിമിഷം പ്രിയക്ക് മറുപടിയൊന്നും പറയുവാൻ സാധിച്ചില്ല. പ്രിയ എന്താണൊന്നും പറയാത്തത്? അവളുടെ നിശബ്ദത അവനെ വേദനിപ്പിച്ചു. എന്തെങ്കിലും ഒരു മറുപടി അവൾ പറയും എന്നാണ് അവൻ കരുതിയത്.